എമ്പുരാൻ വിവാദം കത്തി നിൽക്കുന്നതിനിടെ മോഹൻലാലിന് നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്ത്. അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടനയാണ് മോഹൻലാലിനെ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിരോധ മന്ത്രിക്ക് കത്ത് അയച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമയിലെ തന്റെ കഥാപാത്രത്തിലൂടെ സൈനിക പദവിയുടെ അന്തസ്സിൽ മോഹൻലാൽ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് കത്തിൽ അഖില ഭാരതീയ മലയാളി സംഘ് ആരോപിക്കുന്നത്. നിരവധി ദേശസ്നേഹം ഉണർത്തുന്ന സിനിമകളിൽ അഭിനയിക്കുകയും അതുവഴി നിരവധി യുവാക്കളെ പ്രചോദിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് മോഹൻലാലിന് ഓണററി പദവിയായി ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിൽ രാജ്യത്തെയും ഹിന്ദുക്കളെയും അപമാനിക്കുന്നതാണ് എന്നും സത്യം വളച്ചൊളിച്ച് ഇന്ത്യ വിരുദ്ധ ശക്തികളെ മഹത്വവൽക്കരിക്കുകയും സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണർത്തുകയും ചെയ്യുന്നു എന്നതാണ് കത്തിൽ സംഘടന ആരോപിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും രാജ്യത്തെ അന്വേഷണ ഏജൻസികളെയും സിനിമയിൽ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് എന്നും കത്തിൽ പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ ജുവലറിയുടെ പരസ്യത്തിൽ യൂണിഫോം ഇട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നും ലാൽ സൈനിക യൂണിഫോമിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തിയെന്നും അഖില ഭാരതീയ മലയാളി സംഘ് പറയുന്നു. നേരത്തെ സംവിധായകൻ മേജർ രവി തന്നോട് ചിലർ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. എമ്പുരാൻ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഗുജറാത്ത് കലാപം, അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ രംഗങ്ങളാണ് സംഘപരിവാറിനെ ഇതിനെതിരാക്കി നിർത്തിയത്. പ്രധാന വില്ലന്റെ പേരായി ബജ്റംഗി എന്ന് നൽകിയതും തീവ്ര വലത് സംഘടനകളുടെ പ്രതിഷേധത്തിന് കാരണമായി മാറി. ഇതിന് പിന്നാലെ സിനിമയിലെ ഇത്തരം രംഗങ്ങൾ റീ എഡിറ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ തീരുമാനിക്കുകയും ചെയ്തു. 24 ഭാഗങ്ങളാണ് എമ്പുരാന്റെ ഒറിജിനൽ പതിപ്പിൽ നിന്ന് വെട്ടിമാറ്റിയത് എന്നാണ് സെൻസർ രേഖ വ്യക്തമാക്കുന്നത്. കൂടാതെ പ്രധാന വില്ലന്റെ പേര് ബാബ ബജ്റംഗി എന്നായിരുന്നത് ബൽദേവ് എന്നാക്കി മാറ്റി. നന്ദിക്കാടിൽ കൊടുത്തിരുന്ന സുരേഷ് ഗോപിയുടെ പേരും നീക്കം ചെയ്തിട്ടുണ്ട്. അതേസമയം വിവാദങ്ങൾക്കിടയിലും ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ് എമ്പുരാൻ. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതോടെ എമ്പുരാൻ വിവാദം തീരുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ഇനി കോടതി തീരുമാനം നിർണായകമായി മാറും. ബി നേതാവ് വി വിജീഷാണ് ഹർജിക്കാരൻ. ഗുജറാത്ത് കലാപം സിനിമയിൽ സൂചിപ്പിക്കുന്നുവെന്ന് കാണിച്ചാണ് ഹിന്ദുത്വ സംഘടനാ നേതാക്കൾ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. തുടർന്ന് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് എഴുതിയിരുന്നു. സംവിധായകൻ പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ഇത് പങ്കുവെക്കുകയും ചെയ്തു. പൃഥ്വിരാജിനെ വ്യക്തിപരമായി ഉന്നം വെച്ച് ബി നേതാക്കൾ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരിക്കെയാണ് ഹൈക്കോടതിയിൽ ഹർജി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം, സെൻസർ ബോർഡ്, മോഹൻലാൽ, പൃഥ്വിരാജ് ഉൾപ്പെടുന്ന എമ്പുരാൻ ടീം, കേരള പോലീസ് മേധാവി എന്നിവരെ എതിർകക്ഷികളാക്കിയിട്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ സംഘർഷം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമയാണിത് എന്നാണ് ഹർജിക്കാർ ആരോപിക്കുന്നത്.